Hey guys, welcome back to my channel. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹോം മെയ്ഡ് ഫ്രൂട്ട് ഫേഷ്യലാണ്. എല്ലാവർക്കും അറിയാലോ പപ്പായ എത്ര നല്ലതാണ് നമ്മുടെ ഫേസിന് അറിയാലോ എല്ലാവർക്കും. ഫസ്റ്റ് തന്നെ ക്ലെൻസറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോഗേർട്ട് അല്ലെങ്കിൽ കേർഡോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. മിൽക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പപ്പായയുടെ പ്യൂരയും കൂടെ യൂസ് ചെയ്യാണ്. നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ ഒരു മിക്സ്ചർ വെച്ചിട്ടാണ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മിൽക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ക്ലെൻസ് ചെയ്യാം, മിൽക്ക് മാത്രമായിട്ട്. പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ നമ്മൾ പപ്പായയുടെ ഫേഷ്യൽ ചെയ്യുന്നതുകൊണ്ട് പപ്പായ കൂടുതലായിട്ട് എല്ലാ സ്റ്റെപ്പിലും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ യോഗേർട്ടും പപ്പായ പ്യൂരയും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് മസാജ് ചെയ്യുക, ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. സർക്കുലർ മോഷനിൽ, അപ്വേർഡ് മോഷനിൽ വേണം മസാജ് ചെയ്യാനായിട്ട്. സ്കിന്നിൻ്റെ സാഗിങ് ഒക്കെ കുറയ്ക്കാനായിട്ട് എപ്പോഴും ഈ മസാജിങ് വളരെ നല്ലൊരു സംഭവം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഫ്രോസൺ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് തണുത്തതാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് സ്ക്രബാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഫി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഷുഗറും എടുത്തിട്ടുണ്ട്. വീണ്ടും ഈ സ്റ്റെപ്പിലും ഞാൻ പപ്പായ പ്യൂരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതും മൂന്നും കൂടെ മിക്സ് ചെയ്ത്, ഒത്തിരി മിക്സ് ചെയ്യരുത്. ഒത്തിരി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു തരിതരിപ്പില്ലേ അത് പോകും. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ആ ഒരു എഫക്റ്റ് കിട്ടില്ല. ഒത്തിരി മിക്സ് ചെയ്യാതെ, എന്നാൽ അത്യാവശ്യം മിക്സ് ചെയ്ത ശേഷം ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഞാൻ എപ്പോഴും എൻ്റെ നോസിൻ്റെ സൈഡ്സിലൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം എനിക്ക് ആ ഭാഗത്ത് അത്യാവശ്യം ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. എന്നാൽ പോലും എന്താ പറയുക, ഒത്തിരി ഉരച്ച് സ്ക്രബ് ചെയ്യാതെ വളരെ മൈൽഡായിട്ട് വേണം എല്ലാവരും സ്ക്രബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫേസിലത്തെ എന്താ ഓപ്പൺ പോൾസിലുണ്ടാകുന്ന എല്ലാ ഇംപ്യൂരിറ്റീസും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ അടിപൊളിയായിട്ട് വരും. പിന്നെ കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ ടാനൊക്കെ ഒത്തിരി റിമൂവ് ആവും. പിന്നെ പപ്പായയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, സ്കിന്നൊക്കെ ഒത്തിരി ബ്രൈറ്റൻ ആവും. പിന്നെ ആൻറ്റി ഏജിങ് ആണ്, ഒത്തിരി ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഇത് കഴിച്ചാലും നല്ലതാണ്. അടുത്തത് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് മാസ്ക് ആണ്. അപ്പോൾ അതിനുവേണ്ടി കടലമാവും പിന്നെ ടേമറിക് പൗഡറും പിന്നെ ഇതുപോലെ തന്നെ പപ്പായയുടെ പ്യൂരയുമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് കടലമാവ് അലർജി ആയതുകൊണ്ട് തന്നെ ഒത്തിരി സമയം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുന്നില്ല. വളരെ കുറച്ച് ടൈം മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്ത് വെക്കുന്നുള്ളൂ. ഞാൻ ഏകദേശം ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ്സ് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഓരോരുത്തരുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യുക. ഞാൻ പെട്ടെന്ന് തന്നെ ഫേസിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയമൊക്കെ വെക്കാം കേട്ടോ. ചിലർക്ക് എന്താ കടലമാവ് അത്ര മോശമായിട്ട് വരാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വെക്കാം. ഞാനൊരു 1.5-2 മിനിറ്റ്സ് ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെച്ച ശേഷം വാം വാട്ടറിൽ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞു. അടുത്തതൊരു ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആലോവേര ജെല്ലും നമ്മുടെ പപ്പായയുടെ പ്യൂരയും പിന്നെ വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഓയിലും കൂടെയാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്, ഓയിലി ആണ് സ്കിൻ, പക്ഷെ പെട്ടെന്ന് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ കുറച്ച് നിറയെ കുരുക്കൾ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസ്ക് എനിക്ക് എപ്പോഴും ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ക്യാരറ്റിൻ്റെ ജ്യൂസും ഈ പപ്പായ പ്യൂരയ്ക്ക് പകരം ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഇത് അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് ഞാൻ കുറേ സമയം ഫേസിൽ വെച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്ക് കടലമാവ് അലർജിയാണെന്ന്. അലർജി ഇൻ ദ സെൻസ് ഫേസ് ഡ്രൈ ആക്കി കളയും ഭയങ്കരമായിട്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കടലമാവ് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെയുള്ളവർക്ക് കടലമാവിൻ്റെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു മോയ്സ്ചറൈസർ ഭയങ്കര നല്ലതാണ്. ഇതിനൊരു ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്ക് എന്നോ മോയ്സ്ചറൈസർ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്നിട്ട് ഫേസിൽ നന്നായി അത് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ ഭയങ്കര നല്ലതായിരിക്കും. നന്നായി മസാജ് ചെയ്യുക. എൻ്റെ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയി നല്ല രസമുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എൻ്റെ സ്കിൻ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം നിങ്ങൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന എവരിഡേ മോയ്സ്ചറൈസർ ഏതാണോ അത് അപ്ലൈ ചെയ്യുക. ഞാൻ വാസലിൻ്റെ ഗ്ലൂട്ടാഹൈ ആണ് ഉപയോഗിക്കാറ്. ഇതിനകത്ത് ഗ്ലൂട്ടാത്തയോണും ഹൈലറോണിക് ആസിഡും ആണുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്ന് താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അഗെയിൻ ബൈ, ലവ് യു.